ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ. നിങ്ങൾ പണ്ടൊന്നും ഇങ്ങനെയായിരുന്നില്ല പെരുന്നാള്. ആഘോഷങ്ങളൊക്കെ ഭയങ്കര ആഘോഷങ്ങളായിരുന്നു. അന്ന് ഓലപ്പന്തലിലായിരുന്നു പെരുന്നാൾ തുടങ്ങി. അന്ന് പെരുന്നാളിന് ചുക്കാൻ പിടിച്ചത് ഞങ്ങൾ മുഴുവൻ യുവാക്കളായിരുന്നു. എന്റെ അവധിയൊന്നും ഇല്ല. പള്ളിയിൽ നിന്ന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് ഉത്സാഹമാണ്. ഇപ്പൊ നമ്മുടെ ഇടയിലെ ഭൂരിഭാഗം യുവാക്കളും വിദേശത്താണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പച്ച, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. എനിക്ക് വരാൻ പറ്റും തോന്നല്ല ഏട്ടാ. ജോർജ് വരുന്നു. ഇവിടെ ഇപ്പൊ എന്താ ഡിസ്കഷൻ? നമ്മൾ ടൂർ പോയി പിന്നെയും തീരുമാനിക്കണം. കൊടൈക്കനാലിൽ പോയി ഗുണായി വേണ്ട തകർക്കണം. അല്ല മോളാ, അടുത്ത ചില പെണ്ണാളുണ്ടോ എനിക്ക്? ഒന്ന് പോയാ എനിക്കൊഴില്ലാട്ടാ. അടുത്ത ചപ്പന്റെ കണ്ടാണ് തറവാട്ടി പോണം. എന്നീ മാസം 20-ാം തീയതി ആക്കിയാലോ? അത് ശരിയാ, എനിക്കൊഴില്ലാട്ടാ. ആളിന്റെ ചേണ്ട മുകളിലെ മാമോദിസ പോണം. അന്നേ മാസം 27-28 അതിൽ മാറ്റല്ലേ? ഓക്കെ, ഡേറ്റ് ഫിക്സഡ്. ഇനി മാറ്റിയ കൊല്ലം പോക്ക് നടക്കില്ല. അയ്യോ, എനിക്കൊഴില്ല. ആന്റിയുടെ ചേണ്ട ഭാര്യയുടെ 41 അതിനും പോണം. ഓ, വേറെ കേസ്. നീ ഓരോരുത്തരും ജനിക്കും മരിക്കും നോക്കി നടന്നോ? ഞങ്ങൾ എന്നാലും തീരുമാനിച്ചു. ഇനി ഭൂമി കുലിയാലും ഡേറ്റിൽ മാറ്റല്ല. നീ വേണമെങ്കിൽ വന്നാ മതി. അപ്പൊ ജൂലൈ 27-28 കൊടുക്കൈ. അതെന്നടാ. അപ്പൊ ശരി, പിന്നെ ഹലോ, എന്തുണ്ട് മേരിക്കുട്ടി വിശേഷം? ഡ്യൂട്ടിക്ക് തീരെ നേരം വൈകിയോ? ആഹാ, നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ വിശേഷം? ഞങ്ങള് ട്രിപ്പ് കൺഫേം ചെയ്തു. കൊടൈക്കനാലിലേക്കാണ് ഈ പ്രാവശ്യം പോകുന്നത്. അതിന്റെ ഒരു സന്തോഷത്തിലാണ്. നിങ്ങൾ കറങ്ങി അടിച്ചു നടന്നു. ഒഴിവുള്ളപ്പോ നമ്മുടെ മോൾക്ക് 4 ലക്ഷം പഠിപ്പിച്ചു കൊടുക്കണ്ട. എക്സാം തുടങ്ങാറായി. ഇനി എന്താവോ എന്തോ. അതിനിപ്പോ എന്താ, നീ അവിടെ ബാംഗ്ലൂർ അടിച്ചു വിളിക്കല്ലേ? ഓ പിന്നെ, 12 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോ തന്നെ 9 മണിയാവും. പിന്നെ പണിയും കഴിഞ്ഞ് കിടക്കുമ്പോ 11 മണി. അത് കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴേക്കും പിറ്റേ ദിവസം പോകാറാവും. അതിനിപ്പോ എന്തോ, നിങ്ങക്ക് ഞായറാഴ്ച ഓഫ്? ഞായറാഴ്ച പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോ സമയം ഉച്ചയാവും. പിന്നെ ബാക്കിയുള്ള ജോലിയെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ദിവസം തീരും. അല്ല, നിങ്ങളെന്നാ ടൂറ് പോകുന്നേ? അത് ഈ മാസം 27-ാം തീയതി ശനിയാഴ്ച പുലർച്ചെ പോയിട്ട് ഞായറാഴ്ച വൈകിട്ട് വരും. അപ്പൊ ഞായറാഴ്ച കുർബാന സ്വാഹ. ഈശോയെ, ഈ മാസം 28-നല്ലേ നമ്മുടെ പള്ളിയിൽ അന്നമാതാവിന്റെ ഊട്ടുതിരുന്നാള്? എന്താ ചേട്ടാ, നമ്മളെല്ലാ കൊല്ലവും തിരുനാൾ കുർബാനയ്ക്കും ഊട്ടിനും ഒക്കെ പങ്കെടുക്കാറുള്ളതല്ലേ? 8 വർഷം കുട്ടികളില്ലാതെ അന്നമാതാവിന്റെ പള്ളിയില് നേർച്ച നടന്നിട്ടല്ലേ നമുക്ക് നല്ലൊരു മോളെ കിട്ടിയേ. നമ്മുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കും ആശ്വാസം ലഭിക്കുന്നത് അന്നമാതാവിന്റെ മധ്യസ്ഥയിലല്ലേ? ചേട്ടൻ ഇതെല്ലാം എത്ര പെട്ടെന്ന് മറന്നു. അയ്യോ, ഞാനത് ശ്രദ്ധിച്ചില്ലടി. ചേട്ടന് അന്നമാതാവിനേക്കാൾ വലുതാണോ ചേട്ടന്റെ ഫ്രണ്ട്സും കൊടൈക്കനാൽ ട്രിപ്പും ഒക്കെ? ഞാൻ 25-ാം തീയതി എത്തും. ടിക്കറ്റും ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എന്തായാലും പോണം. ഞാനിതൊക്കെ സെറ്റ് ആക്കിട്ടേ നിന്നെ ഞാൻ വിളിച്ചോളാം. നീ ഇപ്പോഴേ കിടക്കാൻ നോക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. അതൊന്നല്ല, ഇനി അവന്മാരോട് എന്ത് പറയുന്നത് ഞാൻ ആലോചിക്കണം. ജോർജ് നിർത്തടാ. ഹലോ, എവിടേക്കാണ് രാവിലെ തന്നെ? വേറെ എവിടേക്ക് പോവാം? പള്ളിയിൽ പോയിട്ട് വരാടാ. സോറി കേട്ടാ, 28-ാം തീയതി പറ്റില്ലാട്ടാ. നിങ്ങൾ സെന്റ് ആൻസ് പള്ളിയിൽ ഊട്ടുതിരുന്നാളല്ലേ? എന്റെ കല്യാണക്കാരി ശരിയാവാൻ വേണ്ടി വീട്ടുകാർക്ക് ഒരു നേർച്ച കിട്ടാ. ഞാൻ നിർബന്ധമായും പോണെന്നാ പറഞ്ഞത്. ജിതി രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഊട്ടുതിരുന്നാൾ പോണെന്നാ പറഞ്ഞു. ഞാനിതെങ്ങനെ നിങ്ങളോട് അങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു. എനിക്ക് ഊട്ടുതിരുന്നാൾ പോയേ പറ്റൂടാ. അന്നമാതാവിനുള്ള പ്രാർത്ഥനയാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ശക്തി. അത് മുടക്കാൻ പറ്റില്ല. നിനക്കിപ്പോ സന്തോഷമില്ലേ? നീ വല്ല മാമോദിസിക്ക മരിപ്പിന എന്തിനാച്ച പോടാ. അപ്പൊ എല്ലാവർക്കും ഊട്ടുതിരുന്നാൾ ഒരുമിച്ച് കാണാം. അപ്പൊ ശരിടാ, ബൈ.